ആഫ്രിക്കയുടെ വടക്കേ അറ്റത്ത് യൂറോപ്പിലേക്ക് കണ്ണുനട്ടെന്ന പോലെ കിടക്കുന്ന 3 അറബ് രാജ്യങ്ങൾക്കും കരുത്തുറ്റ ഫുട്ബോൾ ടീമുകളുണ്ട്. 2022 സെമി ഫൈനൽ വരെ കുതിപ്പ് നടത്തുകയും ഇത്തവണ ബ്രസീലിനെ വരച്ചവരയിൽ നിർത്തുകയും ചെയ്ത മൊറോക്കോ അവരിൽ സൂപ്പർ പവറാണെങ്കിലും മറ്റുള്ളവരുടെ അഭിവാജ്യത്തിന് കുറവൊന്നുമില്ല. എഫ് ഗ്രൂപ്പിലെ മത്സരത്തിൽ സ്വീഡനോട് 5-1 തോറ്റ് ഒന്നിരുട്ടി വെളുക്കുന്നതിന് മുമ്പേ ഹെഡ് കോച്ച് സബ്രി സമോച്ചിയോട് സ്ഥലം കാലിയാക്കാൻ മാത്രം സ്വന്തം കളിശേഷിയെക്കുറിച്ചുള്ള ആത്മവിശ്വാസവും ആത്മാഭിമാനവും തുനീഷ്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ അൾജീരിയയുടെ അറബ് ആഫ്രിക്കൻ വീര്യം അർജന്റീനയ്ക്ക് എന്താണ് കാത്തുവച്ചിരിക്കുന്നത് എന്നറിയാൻ ആകാംക്ഷയുണ്ടായിരുന്നു. ലോക ചാമ്പ്യന്മാർ സാധാരണ തൊട്ടടുത്ത ടൂർണമെൻറ്റിൽ കാണിക്കാറുള്ള ആലസ്യത്തിൻ്റെ ശകുനസ്മൃതിയും ഈജിപ്തും സൗദിയും കെബ്വർദയും ജപ്പാനുമൊക്കെ ഈയിടെ കാണിച്ച ഉശിരും അതിന് കനം കൂട്ടുകയും ചെയ്തിരുന്നു. പക്ഷേ അർജന്റീനയ്ക്ക് മെസ്സിയും അയാളെ അഗാധമായി സ്നേഹിക്കുന്ന കളിക്കാരുമുണ്ടായിരുന്നു. അവരെ മേയ്ക്കുന്ന സ്കലോണിയുടെ ഫുട്ബോൾ ബ്രെയിനെ മറികടക്കാൻ മാത്രമുള്ള കൗശലം മരുഭൂമിയിലെ കുറുക്കന്മാർ എന്ന വിശേഷണമുള്ള അൾജീരിയക്കുണ്ടായിരുന്നില്ല. മറ്റൊരു ഘട്ടത്തിലായിരുന്നുവെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു വീരചരമഖ്യാതിയെങ്കിലും ലഭിക്കുമായിരുന്ന അൾജീരിയയെ മെസ്സിയുടെ ഇടംവലം കാലുകളിൽ പിറന്ന 3 ഗോളുകൾക്കാണ് അർജന്റീന തോൽപ്പിച്ചത്. കുറേ കാലത്തേക്ക് അർജന്റീന ഫാൻസ് ഈ കളി മറക്കില്ല. 4-3-3 ഫോർമേഷൻ്റെ മുകളറ്റത്ത് ലെഫ്റ്റ് ഫ്ലാങ്കിലായിരുന്നു കോച്ച് നിയോഗിച്ചതെങ്കിലും മൈതാനത്ത് തന്നിഷ്ടം പോലെ ചുറ്റിക്കറങ്ങാനുള്ള ഫ്രീ അറ്റാക്കിംഗ് റോൾ മെസ്സി തുടക്കം മുതലേ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഓഫ് സൈഡിൽ നിഷേധിക്കപ്പെട്ടെങ്കിലും 5-ാം മിനിറ്റിലെ ആ ചിപ്പ് വരാൻ പോകുന്ന കൊടുങ്കാറ്റിൻ്റെ സൂചന നൽകി. 8-ാം മിനിറ്റിൽ അൾജീരിയ പന്ത് വലയിലാക്കിയപ്പോൾ എല്ലാ അർജന്റീന ആരാധകരുടെയും എന്ന പോലെ മെസ്സിയുടെ മനസ്സും ഉലഞ്ഞിട്ടുണ്ടാവണം. പക്ഷേ ഭാഗ്യമുണ്ടായി. തുടക്കത്തിലെ എക്സ്ചേഞ്ചുകൾക്കു ശേഷം അൾജീരിയ ആത്മവിശ്വാസത്തോടെ കളിക്കാൻ തുടങ്ങിയപ്പോഴാണ് മെസ്സി അവതരിക്കുന്നത്. പ്രണയപൂർവ്വമുള്ള സ്വകാര്യമെന്ന മട്ടിൽ റോഡ്രിഗോ ഡീപ്പോൾ നൽകിയ അണുവിട അളവും തൂക്കവും തെറ്റാത്തൊരു പന്ത് കൃത്യം വന്നപ്പോൾ തന്നെ കളി അർജന്റീനയുടെ വരുതിയിലായി കഴിഞ്ഞു. അൾജീരിയക്കാർ ഇടക്കൊന്ന് കുതറി നോക്കിയെങ്കിലും കാര്യമായും മൈതാന മധ്യത്ത് കേന്ദ്രീകരിച്ച കളിയിൽ മെസ്സിക്കും കൂട്ടർക്കുമായിരുന്നു ആധിപത്യം. ഇടയ്ക്ക് വളരെ അകലെ നിന്ന് ലഭിച്ചൊരു ഫ്രീ കിക്കിൽ നിന്ന് ഗോൾ ലക്ഷ്യം വെച്ചപ്പോൾ തന്നെ മെസ്സി എന്താണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമായിരുന്നു. മെസ്സിയുമായി സിങ്ക് ചെയ്യാൻ വിഷമിച്ച ലൗതാറോ മാർട്ടിനസിനെ പിൻവലിച്ച് സ്കലോണി ജൂലിയൻ അൽവാരസിനെ ഇറക്കിയപ്പോൾ കളി ഒന്നുകൂടെ ഉഷാറായി. മധ്യനിരയിൽ ആസ്വദിച്ചു കൊണ്ടിരുന്ന മാക്കലിസ്റ്റർ ബോക്സിന് പുറത്തു നിന്ന് തൊടുത്ത അത്രയൊന്നും പെർഫെക്റ്റ് അല്ലായിരുന്നൊരു ഷോട്ടിൽ നിന്നും 2ാം ഗോളും വന്നു. എൻസോ സിദാൻ്റെ കയ്യിലൊതുങ്ങാതെ പന്ത് തുളുമ്പിയപ്പോൾ തട്ടിയിടാൻ മെസ്സി തൊട്ടടുത്തുണ്ടായിരുന്നു. ഡി സർക്കിളിൽ നിന്നുള്ള ട്രേഡ് മാർക്ക് കാർപ്പറ്റ് ഷോട്ടിലൂടെ ഉദകക്രിയ നിർവഹിച്ച ശേഷം രാജാവിനെ പോലെ മെസ്സി കളം വിടുന്നു. പരിക്കുകളും പലരുടെയും ഫോമില്ലായ്മയും ആദ്യ മത്സരത്തിൻ്റെ സങ്കോചവുമെല്ലാമായി ഒരു ആവറേജ് മത്സരവും കഷ്ടപ്പെട്ടൊരു ജയവും പ്രതീക്ഷിച്ച ആരാധകർക്ക് മെസ്സിയുടെ ഹാട്രിക്കും സർവാധിപത്യവും നല്ലൊരു കളിയും കാണാനായി എന്നതാണ് ഇന്നത്തെ മാച്ചിൻ്റെ പ്രത്യേകത. മെസ്സി ഇങ്ങനെ കളിക്കുമ്പോൾ അൾജീരിയക്കെന്നല്ല ആർക്കും കാര്യമായൊന്നും ചെയ്യാനുണ്ടാവില്ല. അടുത്ത 2 മത്സരങ്ങൾ അമിതഭാരങ്ങളില്ലാതെ കളിക്കാം, സമവാക്യങ്ങൾ മാറ്റി പരീക്ഷിക്കാം എന്നീ ഗുണങ്ങളുണ്ട്. തോറ്റെങ്കിലും ജെ ഗ്രൂപ്പിൽ അൾജീരിയ തന്നെയാണ് മുന്തിയ 2ാമത്തെ ടീമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് അവരുടെ ദിവസമായിരുന്നില്ല, അല്ലെങ്കിൽ മെസ്സി അതിന് അനുവദിച്ചില്ല. നിർത്താതെ ഓടുകയും ബോക്സിലേക്ക് ചാട്ടുളികൾ അയക്കുകയും ചെയ്യുന്ന അവരുടെ ശരിക്കുമുള്ള കളി കാണണമെങ്കിൽ അടുത്ത മത്സരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. 4 കൊല്ലം മുമ്പ് സൗദി അറേബ്യയോട് തോറ്റതിന് ശേഷം അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ മെസ്സിയിൽ അതിനു മുമ്പൊന്നും കാണാത്തൊരു തീ കാണാറുണ്ട്. ഗോളടിക്കുമ്പോഴും വിനയാന്വിതനാവുന്ന പഴയ അന്തർമുഖനല്ല അയാൾ. അതിൻ്റെ തുടർച്ച കാൻസാസ് സിറ്റി സ്റ്റേഡിയത്തിലും കാണുന്നു. ഈ നിമിഷം മുന്നിൽ കണ്ടാണോ അയാൾ 4 കൊല്ലം മുമ്പ് യൂറോപ്പ് ഉപേക്ഷിച്ച് അമേരിക്കയിലേക്ക് ചേക്കേറിയത് എന്ന് പോലും തോന്നിപ്പോകുന്നു. കളി ഇങ്ങനെ തന്നെ നടക്കട്ടെ, ഈ സ്വപ്നം ഭംഗപ്പെടാതെ തുടരട്ടെ.